ഏപ്രിൽ 9-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കേരളം ആരെ ഭരിക്കും? മണ്ഡലങ്ങളിലൂടെ. ചേട്ടാ, ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷനാണ്. അതെ. അപ്പോൾ നേമം മണ്ഡലത്തിലെ വോട്ടറാണ്. അതെ. നേമം മണ്ഡലത്തിൽ ഇത്തവണ ആർക്കായിരിക്കും സാധ്യത? സംശയമൊന്നുമില്ല, രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരൻ. അതെ. BJP അക്കൗണ്ട് പൂട്ടിയത് വീണ്ടും തുറക്കാനുള്ള ഒന്നല്ല, 5, 10, 12 തുറക്കും. കേരളത്തിനകത്ത് 10, 12 തുറക്കും. രാജീവ് ചന്ദ്രശേഖരന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? രാജീവ് ചന്ദ്രശേഖരൻ നല്ലൊരു മനുഷ്യനാണ്. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇനി BJP ജയിച്ചാലേ കേരളത്തിൽ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഉള്ളതിനും കൂടെ വിറ്റ് അമ്മാച്ചനും മരുമോനും കൂടി തിന്നത് കിട്ടും. നിലവിൽ വി ശിവൻകുട്ടി മന്ത്രിയാണ് അവിടുത്തെ. വി ശിവൻകുട്ടിക്ക് നേരെ സംസാരിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കണാന്നാണ് സംസാരിക്കുന്നത്. നേരെ സംസാരിക്കാറിനോടല്ല അങ്ങേർക്ക്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി കൈയിട്ട് വരാൻ വേണ്ടി നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നു. 5 വർഷം കഴിച്ച് നേമത്ത് ഒരു പുണ്ണാക്കം നടന്നിട്ടില്ല. ഇത്തവണ വീണ്ടും മത്സരിക്കുകയാണ്. വീണ്ടും മത്സരിച്ച് കെട്ടിവെച്ച 3-ാം സ്ഥാനം പോയി പ്രാവശ്യം. UDFന്റെ സ്ഥാനാർത്ഥി ശബരിനാഥന്റെ സാധ്യത. ശബരിനാഥ് 2-ാം സ്ഥാനം വരും. 2-ാം സ്ഥാനത്ത് വരും. അപ്പൊ നിലവിലെ മന്ത്രി 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ് അഭിപ്രായം. മന്ത്രി എന്നുള്ള മന്ത്രിനെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ജയിച്ചാൽ അടുത്ത 5 വർഷം കഴിയണം. ഈ കഴിഞ്ഞ വർഷം അങ്ങനെയാണ്, ജയിച്ചിട്ട് ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പം വന്ന് വോട്ട് ചോദിക്കാൻ വേണ്ടി. നേമത്ത് ഇത്തവണ ഇടതുപക്ഷത്തിന് സാധ്യത ഇല്ലെന്നാണ് പറയണത്. ഇടതുപക്ഷത്തിന് വരാൻ സാധ്യത കുറവാണ്. കാര്യം അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വലിയ ബുദ്ധിമുട്ടിയൊക്കെയാണ് ശിവൻകുട്ടി ജയിച്ചത്. ഈ പ്രാവശ്യം വരാൻ സാധ്യത കുറവാണ്. കാര്യം BJPക്ക് ഇത്ര വോട്ടുണ്ട്. അത് എങ്ങനെയാണ് ഏത് രീതിക്കാണ് പ്രവർത്തിക്കണമെന്ന് പറയാനില്ല. പിന്നെ കേരളത്തിലെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഒരു രീതിയിലുള്ള വോട്ടാണ് പോകുന്നത്, നിയമസഭയിൽ ഒരു രീതിയിലാണ്, പാർലമെൻറ്റിൽ ഒരു രീതിയാണ്. അത് എങ്ങനെ പ്രതിഫലിക്കുന്നുള്ളത് കണ്ടറിയാം, അത്രയേ ഉള്ളൂ. കോർപ്പറേഷനിൽ BJPക്ക് ചെയ്തവരൊന്നും അത്തവണ ചെയ്യില്ല എന്നാണ് പറയുന്നത്. മേൽക്ക് അത് പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തട്ടായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 19 സീറ്റ് കോൺഗ്രസ് പിടിക്കൂ. അവിടെയൊക്കെയാണ് നമ്മൾ കണക്കെടുക്കാൻ. കാര്യം മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല കേരളം. ആൾക്കാർ പല രീതിയിലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ്. ശരിക്കും സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അത് പല രീതിയിലും ചിന്തിക്കും. അതേസമയം കോർപ്പറേഷൻ ഇലക്ഷൻ തന്നെ വ്യക്തിപരമാണ്. ഇപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ താമസിക്കും. ആ ഒരു സൗഹൃദത്തിൻ്റെ പേര് നമ്മൾ ചെയ്യും. രാഷ്ട്രീയം നോക്കൂല. വ്യക്തികൾക്കാണ് പ്രാധാന്യം. അത്രയേ ഉള്ളൂ. നേമം മണ്ഡലത്തിൽ പ്രാവശ്യത്തെ സാധ്യത ഒന്നും പ്രവചിക്കാറായിട്ടില്ല. കട്ടക്ക് നിൽക്കുകയാണ്. ശിവൻകുട്ടി സാർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അത് അല്ല പറഞ്ഞ കട്ടക്ക് നിങ്ങൾക്ക് ഒന്നും പറയാറായിട്ടില്ല. ശിവൻകുട്ടിക്ക് സാധ്യത ഒരു 80% കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ BJP ഉണ്ട്. അതേ പറഞ്ഞത് 3-ൽ എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരന് ഒരു ചാൻസ് ഉണ്ട്. അത് CPMന്റെ വോട്ട് പോയാൽ മാത്രം. CPMന്റെ വോട്ട് മറിയണം. കോൺഗ്രസിന്റെ വോട്ടല്ല, CPMന്റെ വോട്ട് മറിയണം. പറഞ്ഞാൽ സാധ്യത ഉണ്ട്. ഈ ശബരിനാഥന്റെ അവസ്ഥ എങ്ങനെയാണ്? കോൺഗ്രസിന്റെ നേമത്ത് അതന്നെ പറഞ്ഞത്. കോൺഗ്രസ് CPMന്റെ വോട്ട് മറിഞ്ഞാൽ ആര് ജയിക്കും? ചന്ദ്രശേഖർ ജയിക്കാനാണ് സാധ്യത. അക്കൗണ്ട് തുറക്കും BJP. കൂട്ടി അക്കൗണ്ട് CPM സഹായിച്ചാൽ മാത്രം, ഡീൽ ഓക്കെ ആണെങ്കിൽ മാത്രം. ഡീൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല. നിലവിൽ ഡീലുണ്ടോ? പേപ്പറിൽ വായിച്ചത് അറിവുണ്ട്, അത്രേ ഉള്ളൂ. ഡീൽ ഉണ്ടെന്ന് പറയുന്നു. അത് അത്രേ ഉള്ളൂ അറിവ്. നിയമമണ്ഡലത്തിൽ ആർക്കാണ് സാധ്യത? നമുക്ക് തീർച്ചയായിട്ടും ഒരാളിനെ പറ്റി പറയാൻ പറ്റില്ല. നിലവിൽ നേമത്തിപ്പം ശിവൻകുട്ടി മന്ത്രി വീണ്ടും മത്സരിക്കുകയാണ്. വല്ല സാധ്യത ഉണ്ടോ? അങ്ങനെ നല്ല മനുഷ്യനല്ലേ. വീണ്ടും ചെയ്യാൻ സാധ്യത ഉണ്ടോ? അല്ല, സംശയം. അങ്ങനെ തന്നെ ജയിക്കുമല്ലേ? സംശയം വേണ്ട. BJP പറയുന്നുള്ളൂ. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം ധൈര്യം വന്ന് ശിവൻകുട്ടി ജയിക്കുമോ? വേണ്ട. BJPക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് A ക്ലാസ് മണ്ഡലമാണ് അവരുടെ. BJPക്ക് ഇല്ല. ഇത്തവണ LDFന് വോട്ട് ചെയ്യും. LDF.
ശിവൻകുട്ടി സാർ ജയിക്കുമെന്നാണോ പറയണേ? ആ, ശിവൻകുട്ടി സാർ ഉറപ്പിക്കാവോ അല്ലേ? ഉറപ്പിക്കാം. BJP അക്കൗണ്ട് തുറക്കൂല അപ്പോൾ? തുറക്കൂല. ഏ തുറക്കൂല. കോർപ്പറേഷന്റെ നില വെച്ച് നോക്കുമ്പോൾ ഓപ്പറേഷന് നില വെച്ച് നോക്കുമ്പോ അത് 1-2 വോട്ടിനൊക്കെ അവർ ജയിക്കും. ഭൂരിപക്ഷം കിട്ടിയത്. സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. നിലവിൽ ശിവൻകുട്ടി സാറല്ലേ മത്സരിക്കുന്നത്? അല്ല, ആണെന്ന് തോന്നണം. ആ, ശിവൻകുട്ടി. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്? ഇല്ല, വയസ്സായിട്ടില്ല. ആ, ശിവൻകുട്ടി സാർ ജയിക്കും തോന്നുന്നുണ്ടോ? ചിലപ്പോ ജയിക്കുമായിരിക്കും. മറ്റൊരു മണ്ഡലത്തിലെ ജനാഭിപ്രായവുമായി വീണ്ടും കാണാം.